നമ്മുടെ നടൻ പൃഥ്വിരാജ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 7 സീരീസ് V12 എഞ്ചിനാണ്. പക്ഷെ ആ പുള്ളിക്കാരൻ ഒരു ടൈമിൽ പോർഷെ എന്ന വണ്ടി ഓടിച്ചെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2027 വരെ മെർസിഡീസിൻ്റെ അണ്ടർ വാറണ്ടിയിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് GLC 300D കൂപ്പെ. ഓക്കെ, നല്ല പെർഫോമൻസ്, പക്ക പെർഫോമൻസ് എഞ്ചിനാണ്. ഓക്കെ, ഇതാകുമ്പോൾ കസ്റ്റമർക്ക് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസ് റെക്കോർഡുള്ള വളരെ നീറ്റായിട്ടുള്ള വെഹിക്കിളാണ് ഈ പറയുന്ന GLA 200D എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഇവിടെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും നമ്മൾ ആഫ്റ്റർ ഡെലിവറി ഞങ്ങൾ പോയി അവരെ മീറ്റ് ചെയ്യാറുണ്ട്, കാണാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. ഹലോ, നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് BRD Luxe തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ BRD Luxeലെ കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ പാലിയക്കര ടോളിൻ്റെ അടുത്താണ് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നേരെ അതും കാണുക. അതിൽ ഒരുപാട് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇന്ന് ബാക്കിയുള്ള ഒരുപാട് യൂണിക് കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ലെറ്റ്സ് റോളിംഗ്. അടുത്ത നമ്മൾ വന്നിരിക്കുന്നത് പോർഷയിലേക്കാണ് അല്ലേ? യെസ്, പോർഷൻ്റെ ഏതാണ്? 2015 മോഡൽ പോർഷെ കെയ്നാണ് വരുന്നത്. ഓക്കെ, ഇതൊരു അതർ സ്റ്റേറ്റ് വെഹിക്കിളാണ്. അത് വളരെ 72,000 കിലോമീറ്റർ ഓടി കമ്പനി സർവീസ് റെക്കോർഡുള്ള വെഹിക്കിളാണ് പോർഷെ കെയ്ൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ക സർവീസ്, പക്ക നീറ്റാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്, എല്ലാ ഹിസ്റ്ററിയും പ്രോപ്പർ ആയിട്ടുള്ള വെഹിക്കിളാണ് പോർഷെ എന്ന് പറയുന്നത്. എന്തെങ്കിലും ആഡ് ഓൺ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇത് അവിടെ എന്ത് കണ്ടീഷനാണോ എന്നുള്ളത് അവിടെ നിന്ന് ഇവിടെ കൊടുന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി നേരെ ഷോറൂമിൽ കിട്ടും. കഴിഞ്ഞ നമ്മൾ BRD Luxe പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ വെഹിക്കിൾസ് പറയുന്നത് കുറച്ചും കൂടി നമ്മൾ കേരള ആ ഒരു ക്വാളിറ്റി നോക്കിയൊരു വെഹിക്കിൾസാണ് കൂടുതൽ നമ്മൾ അതർ സ്റ്റേറ്റിൽ നിന്നും നമ്മൾ കൺസിഡർ ചെയ്യാറ്. നമ്മുടെ വണ്ടി കണ്ടവിടുത്തെ ഇവിടെ ഷോറൂമിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അതർ സ്റ്റേറ്റ് വണ്ടികൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആ വണ്ടിയിൽ കണ്ടതിന് ഒരിക്കലും അത് അതർ സ്റ്റേറ്റ് വെഹിക്കിളാണെന്ന് ഒരിക്കലും തോന്നിക്കില്ല. മഞ്ജും തോന്നിയിട്ടുണ്ടാവും അതർ സ്റ്റേറ്റ് വണ്ടി. അത്രയും വെൽ മെയിൻഡ് വെഹിക്കിൾസ് ആണ് നമ്മൾ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. പോർഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന വണ്ടിപ്രാന്തന്മാരെ സംബന്ധിച്ചോളം BMW, മെർസിഡീസ് ബെൻസ് എന്നൊക്കെ പറയുന്ന വെഹിക്കിൾസ് എല്ലാവരും പറയും ഡ്രൈവേഴ്സ് കാറാണ് BMW. യെസ്, ശരിയാണ്. പക്ഷെ ആ പുള്ളിക്കാരൻ ഒരു ടൈമിൽ പോർഷെ എന്ന വണ്ടി ഓടിച്ചെങ്കിൽ ഇപ്പോൾ BMWൻ്റെ ഒരു കോമ്പറ്റീഷൻ പോലത്തെ M സീരീസ് അല്ലെങ്കിൽ മെർസിഡീസിനെ AMGയിലേക്ക് ഓടിക്കുന്ന അതിന് വെച്ച് വേണം ഇത് കമ്പയർ ചെയ്യാൻ. കാരണം ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് സ്റ്റെബിലിറ്റി, ഇതൊരു 3 ലിറ്റർ V6 എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെതായ പെർഫോമൻസ് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള SUVസിൽ അത് ഉണ്ടാവണമെന്ന് അത്രത്തോളം ഉണ്ടാവണമെന്ന് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഉള്ളിലിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു തീർച്ചയായിട്ടും ഭയങ്കര ഡ്രൈവറെ സംബന്ധിക്കും ഡ്രൈവേഴ്സിന് ഫേവർ ആയിരുന്ന രീതിയിലാണ് പോർഷെ ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. പോർഷെ ഓടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് ഓടിച്ചത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാക്കിയ ആൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പോർഷെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അറിയാൻ പറ്റും പോർഷെ എന്താണെന്നുള്ളത്. കാരണം ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം നമ്മളിത് ഈ മൾട്ടി ബ്രാൻഡ് ആയതുകൊണ്ട് പല വണ്ടി ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ വണ്ടി വ്യത്യാസം ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വരാം. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. ഓണർഷിപ്പ് നമ്മൾ നോക്കുന്നത് ശരിക്കും ഓണർഷിപ്പൊക്കെ നമുക്ക് RC ബുക്കിലാണ്. ഇപ്പോൾ വെൽ മെയിൻറ്റൈൻഡ് ആയ വെഹിക്കിൾസ് ആണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില കസ്റ്റമേഴ്സ് വിളിച്ച് പറയും സിംഗിൾ ഓണർ വണ്ടിയുണ്ട്, 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, വന്ന് കാണാൻ പറയുമ്പോൾ നമ്മളെ കസ്റ്റമറുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് വീട്ടിലെ ആൾക്ക് 2 ആൺമക്കൾ ഉണ്ടാവാം, അവർ വണ്ടി ഓടിക്കുന്നുണ്ടാവാം, അവരുടെ വൈഫ് ഉണ്ടെങ്കിൽ അവർ ഓടിക്കുന്നുണ്ടാവാം. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ നമ്മൾ സിംഗിൾ ഓടിക്കുന്ന വെഹിക്കിൾസൊക്കെയാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യാറ്. ഇതും അങ്ങനെയുള്ള വണ്ടിയാണ്. ഒരു കമ്പനി ബേസ്ഡ് കമ്പനി ആയിരുന്നു. അവർക്ക് പോണ്ടിച്ചേരി അഡ്രസ്സൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് വണ്ടി നമ്മൾ പിക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ. കിലോമീറ്ററിൻ്റെ കേസ് എങ്ങനെ? 72,000 കിലോമീറ്റർ ജെനുവിനാണ്, പക്കയാണ്, എല്ലാം സർവീസ് റെക്കോർഡുള്ള കിലോമീറ്റേഴ്സാണ്. ഓക്കെ. അങ്ങനെ അപ്പോൾ ആസ്കിംഗ് പ്രൈസ് പറഞ്ഞാൽ ഇതിന് എല്ലാവർക്കും 40 lakhs ആണ് ഇതിൻ്റെ ചോദ്യം. 40 lakh. അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഇങ്ങനത്തെ വാഹനങ്ങൾക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ? തീർച്ചയായിട്ടും ആ ചോദ്യം നല്ല ചോദ്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല കസ്റ്റമേഴ്സും നമുക്കിവിടെ എൻക്വയറി ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു കൺസേൺ ആണ്. അത് ചിലപ്പോൾ അവരുടെ കയ്യിൽ ബഡ്ജറ്റ് ചിലപ്പോൾ 20 ലക്ഷം രൂപ ഉണ്ടാവും. കേരള വണ്ടി നോക്കുന്ന സമയത്ത് കേരള വണ്ടി 2012-13 വണ്ടിയാവും കിട്ടുന്നുണ്ടാവുക ആ സെയിം മോഡൽ. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ഫിനാൻസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് 5 കൊല്ലം ഫിനാൻസ് കിട്ടുന്ന നിർബന്ധമില്ല, ടെനർ കിട്ടുന്ന നിർബന്ധമില്ല, 3 വർഷമോ അല്ലെങ്കിൽ 2 വർഷം കിട്ടുന്നുണ്ടാവുള്ളൂ. അതേസമയം ഇപ്പം നമ്മൾ അതൊക്കെ നോക്കി നമ്മൾ കുറച്ചുകൂടി നല്ല വണ്ടികൾ അതർ സ്റ്റേറ്റിൽ നിന്ന് പിക്ക് ചെയ്യാറുണ്ട്. അതർ സ്റ്റേറ്റ് വണ്ടി പിക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നോക്കുന്ന വണ്ടികൾ, സർവീസ് റെക്കോർഡുള്ള വണ്ടികൾ, പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടികൾ, ആ ഉപയോഗിച്ച കസ്റ്റമർ പ്രൊഫൈൽ നോക്കിയിട്ടുള്ള വണ്ടികളാണ് നമ്മൾ അതർ സ്റ്റേറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. ആ വണ്ടി ഇപ്പോൾ 2016-17 വണ്ടി അങ്ങനത്തെ വണ്ടി വരുമ്പോൾ കസ്റ്റമർക്ക് ചിലപ്പോൾ 4 കൊല്ലം 5 കൊല്ലമൊക്കെ ഈസി ആയിട്ട് ഫിനാൻസ് കിട്ടുകയും ചെയ്യും. നമുക്കത് ചെയ്ത് കൊടുക്കാനുള്ള
പ്രൊഫഷനുണ്ട്. ഓക്കെ. കസ്റ്റമറുടെ ആഗ്രഹമാണ്, ചിലപ്പോൾ അത്രയും പഴക്കമുള്ള വണ്ടി പോകണ്ട, കുറച്ച് കൂടുതൽ വണ്ടി കിട്ടുമോ എന്നൊക്കെ വരുമ്പോൾ അവർ ആശ്രയിക്കുക അതർ സ്റ്റേറ്റാണ്. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനത്തെ വണ്ടികൾ. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒരു പോർഷെ പോലത്തെ വെഹിക്കിൾ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഒരു യൂണിക്കാണ്, നമുക്ക് എപ്പോഴും കിട്ടുന്ന വെഹിക്കിൾസ് അല്ല. ഇപ്പോൾ BMW മെർസിഡീസ് ഒക്കെയാണോ അല്ലെങ്കിൽ ഓഡിയൊക്കെയാണ് നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാം. അത് അതേസമയം പോർഷെ കിട്ടാന്ന് പറഞ്ഞാൽ വളരെ റെയറിൽ വരുന്ന വണ്ടിയാണ്. കൂടി ഒരു യൂണീക്ക് ആയിട്ടുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല വണ്ടി ഞങ്ങളത് പിക്ക് ചെയ്യും, സ്റ്റിൽ ഞങ്ങൾ പിക്ക് ചെയ്യും. അപ്പം നമ്മൾ ആ വണ്ടികൾക്കും നമുക്ക് ഫിനാൻഷ്യൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പോർഷെ നോക്കുകയാണെങ്കിലും നേരെ കോൺടാക്ട് ചെയ്തോളി BRD ലക്സിലേക്ക്. അടുത്ത നമ്മൾ വീണ്ടും ഒരു മെർസിഡീസ് വന്നിരിക്കുന്നത് GLE 250D. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഏതാ മോഡൽ? ഇതൊരു 2018 മോഡലാണ്, കേരള വെഹിക്കിളാണ്, 2 ലിറ്റർ എഞ്ചിനാണ്. നമുക്ക് സിംഗിൾ ഓണർ വെഹിക്കിളാണ്, 72,000 കിലോമീറ്റർ ഓടി, ഫുൾ കമ്പനി സർവീസ് റെക്കോർഡിൽ വെഹിക്കിൾ. 72,000 മെർസിഡീസ് സംബന്ധിച്ചോളം ഒരു കിലോമീറ്റർ ഒന്നല്ല. കാരണം പലരും വിചാരിക്കുന്ന എഞ്ചിനീയർ ടൊയോട്ട മാത്രമാണ് 5 ലക്ഷം 10 ലക്ഷം കിലോമീറ്റർ ഓടുള്ളൂ എന്നാണ്. ശരിക്കും മെർസിഡീസിൻ്റെ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ അവരുടെ ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ മ്യൂസിയത്തിൽ 45 ലാക്ക് കിലോമീറ്റർ ഓടിയിട്ടുള്ള പഴയകാല ടാക്സി വെഹിക്കിൾ ഇരിക്കുന്നുണ്ട്, ഫുൾ സർവീസ് റെക്കോർഡ്. ഇപ്പോൾ അതിന് എഞ്ചിന് യാതൊരു കംപ്ലയിൻസും ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി അവർ സ്റ്റാർട്ട് ചെയ്തും ഓഫ് ചെയ്തും കാണിച്ചു തരും. നമ്മൾ പക്ഷേ പൊതുവേ പറയാം ടൊയോട്ടൻ്റെ ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെയാണല്ലോ പൊതുവേ പറയാറ്. ഏത് പ്രൊഡക്റ്റിനും ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്കതിനകത്ത് വെൽ മെയിൻറ്റൈൻഡ് ആണെങ്കിൽ 72 എന്നല്ല 7.4 ലക്ഷം. ഇപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുന്ന പലരും അല്ലെങ്കിൽ അവിടെ അവരൊക്കെ ഉപയോഗിക്കുന്ന പല പ്രീമിയം കാസിനും 5, 6, 7 ലക്ഷം കിലോമീറ്റർ വണ്ടികളാണ്. കാരണം നമ്മുടെ ഇവിടെ ആൾക്കാരുടെ ഒരു ചിന്താഗതി അങ്ങനെയാണ്, ഇത്ര ഓടിക്കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ കഴിയുന്നതും ലോ കിലോമീറ്റർ വെഹിക്കിളാണ് കൂടുതൽ പ്രിഫർ ചെയ്യാറ്. പക്ഷെ ഇത് സർവീസ് റെക്കോർഡും പ്രോപ്പർ മെയിൻ്റെനൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വണ്ടി. കാരണം നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഷോറൂമിൽ ഒരു 2 ദിവസത്തെ എൻക്വയറീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5-6 എൻക്വയറി GLE ഉണ്ടോ അല്ലെങ്കിൽ GLS ഉണ്ടോ ചോദിച്ചു വിളിക്കാറുണ്ട്. GLSനൊക്കെ തീർച്ചയായിട്ടും ഈ ഷോറൂമിൽ തന്നെ 2015 മോഡൽ ഒരു ML 250 ഉണ്ട്. അതർ സ്റ്റേറ്റാണ്. നമ്മുടെ ഗാംഗുലിയുടെ വണ്ടി നേരത്തെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഓൾമോസ്റ്റ് കാഴ്ചയിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ML 250 എന്ന് മാറിയിട്ടാണ് GLEക്ക് വന്നത്. GLEയിൽ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സ് നോക്കും. GLE ശരിക്കും പറയുകയാണെങ്കിൽ 2015 ലാസ്റ്റ് 16 തൊട്ടൊക്കെയാണ് GLE വന്നു തുടങ്ങിയത്. അതിൽ 2017 ലാസ്റ്റിൽ തന്നെ GLEയിൽ പനോറമിക് സൺറൂഫ് വന്ന മോഡലുണ്ട്. ആദ്യം കാണാൻ ചെറിയ സൺറൂഫാണ്, പക്ഷെ ഇതിൽ പനോറമിക് സൺറൂഫുള്ള മോഡലാണ്. പല കസ്റ്റമേഴ്സിനും അറിയില്ല, ഈ അപ്ഡേഷൻ നടക്കുന്നത് പലതും അറിയില്ല. അപ്പോൾ പനോറമിക് സൺറൂഫ് കൂടിയ മോഡലാണ് ഈ കിടക്കുന്ന GLE 250D. ഓക്കെ, നല്ലൊരു SUV ആണ്. എന്നാൽ SUV ആണ്, നല്ല റീസെയിൽ വെഹിക്കിളാണ്, യാത്ര കംഫർട്ടാണ്, കംപ്ലയിൻസ് കുറവാണ്. അങ്ങനെ ഒരുപാടധികം പ്ലസ് പോയിന്റ്സ് ഉണ്ട് GLE 250 എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഇങ്ങനെ ഒരു വലിയ വാഹനങ്ങൾ, ഒരു GLE GLS എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ്, അതൊക്കെ സ്വന്തമാക്കണം. തീർച്ചയായിട്ടും പലരുടെയും മനസ്സിൽ അന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അവർക്ക് അന്ന് എടുക്കാനുള്ള പ്രൊഫഷൻ എടുക്കാൻ പറ്റാത്ത വണ്ടികളുണ്ടാവും. ഇവിടെ പല കസ്റ്റമേഴ്സ് വരും, ഇന്ന മോഡൽ വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു വരാറുണ്ട്. അവർ ഉദ്ദേശിക്കുന്നത് അവർ അന്ന് സ്വപ്നം കണ്ട വണ്ടിയായിരിക്കും. അങ്ങനെ കണ്ടിട്ടുള്ള വണ്ടികളിൽ ആ ഒരു സ്വപ്നത്തിലുള്ള വെഹിക്കിൾ കൂടിയാണ് മെർസിഡീസിൻ്റെ GLE എന്ന് പറയുന്നത്. ഒരു 5 സീറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ യാത്ര കംഫർട്ടും അത്യാവശ്യം ഒരു മൈലേജ് കൺസപ്ഷനൊക്കെ ഉള്ളൊരു നല്ല വെഹിക്കിളാണ് GLE എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ആസ്കിങ് പ്രൈസ്? ഇത് ശരിക്കും 55 ആണ് നമ്മുടെ പ്രൈസിങ് വരുന്നത്. 55. ഓക്കെ. നമ്മളിവിടെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വന്ന സമയത്തും വീഡിയോ സമയത്തും ഇവിടെ എല്ലാ വണ്ടികളിലെയും വണ്ടിയുടെ അപ്പുറത്ത് അതിൻ്റെ സ്പെക്കും അതിൻ്റെ പ്രൈസും ഞങ്ങൾ ഷോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എല്ലാവരും കാണാൻ നോർമലില് ഓൺലൈൻ സൈറ്റുകളിലാണ് നമുക്ക് പ്രൈസ് എല്ലാം കാണാൻ പറ്റുക. ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചാൻ പറ്റും. കാരണം അതൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ ഓൺലൈൻ പ്രൈസ് ഒന്നും നോക്കണം നിർബന്ധമില്ല. എല്ലാ ആൾക്കാരും ഓൺലൈൻ നോക്കിയിട്ട് വാങ്ങുന്ന പ്രൈസ് അല്ല. അവരിപ്പോൾ വന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ അവിടുത്തെ ആരെങ്കിലും അതിനേക്കാൾ 5 ലക്ഷം രൂപ കൂട്ടി പറയാം, പല ഇതുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ സംബന്ധിച്ചോളം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഷോ ചെയ്തിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ പ്രൈസ്, ഇന്നതാണ് സ്പെക്ക്, ഇത്ര ഓടി, എല്ലാം വിസിബിൾ ആണ്.
അപ്പോൾ എല്ലാവർക്കും ഓൺലൈനിൽ കയറി കാണാൻ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതിനെ നമുക്ക് ഈ ഒരു ബോർഡ് സഹായം, പ്രൈസ് ബോർഡ് ഉള്ളതുകൊണ്ട് നമുക്കിത് വളരെയധികം ഈസിയാണ്. അപ്പോൾ കസ്റ്റമർ ചില ചിന്തിക്കും, അയ്യോ പ്രൈസ് കൂടുതൽ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ എല്ലാ യൂസ്ഡ് കാർ പ്രീ ഓൺഡ് ലക്ഷറി എന്നല്ല, ഏത് ഇങ്ങനെയുള്ളൊരു ഇത് വരുമ്പോൾ വരുന്നൊരു കസ്റ്റമറിൻ്റെ മനോഭാവം എന്ന് പറഞ്ഞാൽ അവൻ കൊള്ള ലാഭം എടുക്കുന്നുണ്ടാവും, നമ്മളെ ചതിക്കും എന്നൊക്കെ ചിന്തിക്കും. ഇതാവുമ്പോൾ അങ്ങനെ സംഭവമില്ല. ഇവിടെയുള്ള ആരോട് ചോദിക്കേണ്ട ആവശ്യം ശരിക്കും ഇല്ല. വന്നു കഴിഞ്ഞാൽ പ്രൈസ് കാണാം. അപ്പം നമ്മളതിന് പ്രൈസ് കൂട്ടി പറയേണ്ട കാര്യമില്ല. അപ്പോൾ കറക്റ്റ് പ്രൈസും കാര്യങ്ങളും ബോർഡിൽ ഞങ്ങൾ ഷോ ചെയ്തിട്ടുണ്ട്. അത് ഈ വണ്ടിയുടെ ക്വാളിറ്റി എല്ലാം നോക്കിയിട്ട് എൻക്വയറി വരുന്നവർക്കൊക്കെ സുഖമായിട്ട് എല്ലാ വാഹനത്തിൻ്റെയും വിസിബിളായിട്ട് തന്നെ കാണാം. തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നല്ലൊരു മെഴ്സിഡീസ് ബെൻസിൻ്റെ GLD 250D ഇവിടെ അവൈലബിൾ ആണ്. 55 lakhs ആണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത വാഹനം നോക്കാം. തീർച്ചയായിട്ടും. അടുത്ത നമ്മൾ വീണ്ടും ഒരു മെഴ്സിഡീസ് ബെൻസ്, അതും ബെൻസിൻ്റെ GLC 300D കോപ്പിയാണ്. കൂപ്പെ ഡിസൈൻ ആണ്. എങ്ങനെയാ ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 മോഡലാണ്. അന്ന് എല്ലാവരും നോക്കിയിരുന്ന മോഡൽ GLC ഒരു 2 ലിറ്റർ എഞ്ചിനായിരുന്നു. ഇതും 2 ലിറ്റർ എഞ്ചിനാണ്. പക്ഷെ അത് വന്നിരുന്നത് ഒരു 200 bhp താഴെ, 190 bhp പവർ പ്രൊവൈഡ് ചെയ്യുന്ന വെഹിക്കിളായിരുന്നു GLC എന്ന് പറയുന്ന മോഡൽ. അതിനകത്ത് നിന്ന് ഒരു കൂപ്പെ ഡിസൈൻ, ആദ്യമായി കൂപ്പെ ഡിസൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് GLCയിലാണ് കൂപ്പയിൽ. അതിന് 300D എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകത 2 ലിറ്റർ എഞ്ചിനാണെങ്കിലും ഇത് പവർ കുറച്ച് കൂടിയ മോഡലാണ്. 245 bhp പവറും 550 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്നൊരു മോഡലാണ് GLC 300D എന്ന് പറയുന്ന കൂപ്പെ എഡിഷൻ. ഈ ഒരു മോഡൽ മുതലാണ് ശരിക്കും പറയുകയാണെങ്കിൽ SOS കോളിംഗ് സംവിധാനങ്ങൾ, അതുപോലെ ആക്റ്റീവ് ബ്രേക്ക് അസിസ്റ്റ് എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ C ക്ലാസ് പറഞ്ഞ പോലെ അന്ന് വന്ന് തുടങ്ങിയ മോഡലാണ് ഈ GLC 300D കൂപ്പെ എഡിഷൻ. അതായത് സൈഡിൽ നോക്കി പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു കൂപ്പെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടിയും ഡ്രൈവറിന് കുറച്ചും കൂടിയും പവർ കൊടുക്കാനും യൂണിക്ക് ആക്കാനും ഒക്കെ ഈ പറഞ്ഞ മോഡൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മോഡൽസാണ്. അപ്പോൾ ഇത് ലോ കിലോമീറ്റർ ആണ്. ആകെ 39,000 കിലോമീറ്റർ ഓടിയ ഒരു സിംഗിൾ ഓണർ വെഹിക്കിളാണ്. അത് മാത്രമല്ല 2026 മാർച്ച് വരെ സർവീസ് പാക്കേജുള്ള വണ്ടിയാണ്. തീർന്നില്ല, ഒരു വലിയൊരു തീർച്ചയായിട്ടും കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അടുത്ത 2026 വരെ സർവീസിന് എന്ത് പോയാലും ഒന്നും കസ്റ്റമർ പൈസ അടയ്ക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ 2027 വരെ മെഴ്സിഡീസിൻ്റെ അണ്ടർ വാറണ്ടിയിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് GLC 300D കൂപ്പെ. ആ ഒരു ബെനിഫിറ്റും കിട്ടും. തീർച്ചയായിട്ടും. കസ്റ്റമേഴ്സിന് എപ്പോഴും സംശയമാണ്, വാറണ്ടി നഷ്ടപ്പെട്ടാൽ എന്തുണ്ടാവും, വല്ല പ്രശ്നമുണ്ടോ. സാധാരണ കേസ് നമുക്ക് 2018 തൊട്ട് വെഹിക്കിൾസ് വാറണ്ടി കൊടുക്കാം. എന്നാലും ചില വണ്ടികൾക്ക് കസ്റ്റമർ തന്നെ അത് കസ്റ്റമറിൻ്റെ പ്രൊഫൈലിൻ്റെ ക്വാളിറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില കസ്റ്റമേഴ്സ് വണ്ടി വാങ്ങിയാൽ മിനിമം ഒരു 5 കൊല്ലം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ 6 കൊല്ലം ഉപയോഗിക്കാൻ എന്നൊക്കെ ചിന്തിച്ച് വാങ്ങുന്ന വണ്ടിയോ. പിന്നെ അവരുടെ ഒരു ഫണ്ടിൻ്റെ കാര്യം അനുസരിച്ച് അവരൊന്ന് അപ്ഗ്രേഡ് ചെയ്യും, പുതിയ മോഡൽസ് വരും, അപ്ഗ്രേഡ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനത്തെ വണ്ടികളാകുമ്പോൾ ഈ കസ്റ്റമർക്ക് ഒന്നിൽ കൂടുതൽ വണ്ടികളുള്ള കസ്റ്റമേഴ്സാണ്. അപ്പോൾ അങ്ങനെ വെച്ചാൽ വണ്ടി അതിനനുസരിച്ച് ക്വാളിറ്റിയും കാര്യങ്ങളും അവർ മെയിൻ്റനൻസ് കുറച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വയ്ക്കുന്നതാണ്. ഈ പറഞ്ഞ പോലെ സർവീസ് പാക്കേജ് ആണെങ്കിലും വണ്ടർ വാറണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കസ്റ്റമർ വണ്ടി വാങ്ങി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു EMI മാത്രം അടച്ച് കൊണ്ടുപോകാം. ആ രീതിയിലാണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ആസ്കിംഗ് പ്രൈസ്? ഇത് ശരിക്കും പറഞ്ഞാൽ 62 lakhs പ്രൈസ് വരുന്ന വെഹിക്കിളാണ്. 62 lakh. അതെ. അപ്പോൾ ബെനിഫിറ്റ് ഉള്ള സർവീസ് പാക്കേജ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ലൊരു GLC 300 ആണ്, കൂപ്പെ ഡിസൈനാണ്. അതാണ് ഒരു ഐഡൻറ്റിറ്റി. ഇപ്പം നമ്മളിവിടെ പ്രൈസ് പറയുന്ന സമയത്ത് കസ്റ്റമേഴ്സ് നമ്മൾ ചിലർ പറയും ഇതിൻ്റെ പ്രൈസ് കൂടുതലാണ് കാര്യങ്ങൾ. പക്ഷെ നമ്മളൊരു വണ്ടി ക്വാളിറ്റി നമ്മൾ നിശ്ചയിക്കുന്ന ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ വരുന്നതനുസരിച്ചാണ് ഈ വണ്ടിയുടെ പ്രൈസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഇപ്പോൾ ചില കസ്റ്റമേഴ്സ് പ്രോഫിറ്റ് 5 ലക്ഷം രൂപക്ക് താഴത്തെ എനിക്കൊരു വണ്ടി കിട്ടി എന്ന് പറഞ്ഞ് വണ്ടി വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ചിലപ്പോൾ നല്ല വണ്ടി ആവാം, മേ ബി ഒരു പക്ഷേ നമുക്ക് ആ വണ്ടിയുടെ ഇപ്പോൾ ടയർ കണ്ടീഷൻ കുറവായിരിക്കാം, അല്ലെങ്കിൽ കിലോമീറ്റർ കൂടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സാധാരണ ഇപ്പോൾ ഈ വണ്ടി സർവീസ് പാക്കേജ് ഉള്ളതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ പ്രോപ്പർ എല്ലാ വർഷവും സർവീസ് ചെയ്ത് ടൈമിങ് സർവീസ് ചെയ്ത് പോയ കസ്റ്റമറാണ്. അങ്ങനെ കസ്റ്റമർക്ക് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇനിയും ഒരു കൊല്ലം കൂടി ഉപയോഗിക്കാനുള്ള ഒരു സർവീസ് പാക്കേജ് ഇതിനകത്ത് ഉണ്ട് താനും. അപ്പോൾ കസ്റ്റമർ ഇപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്ത് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ സർവീസ് പാക്കേജ് എടുത്തിരിക്കുന്നത് 1 lakh കിലോമീറ്റർ ആണ്. കസ്റ്റമർ വെച്ചാൽ ഇപ്പോൾ ആകെ നിസ്സാരം 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് കസ്റ്റമർ വാങ്ങുന്ന വ്യക്തി ഓട്ടോയുള്ള കസ്റ്റമറാണ്. പുള്ളിക്ക് 1 ലക്ഷം കിലോമീറ്റർ ഓടിച്ചാലും ഈ പറഞ്ഞ സർവീസ് പാക്കേജിനുള്ളിൽ കസ്റ്റമർക്ക് ഇത് ഈ പറഞ്ഞ പോലെ ക്ലിയർ ചെയ്യാൻ പറ്റും. മോർ ദാൻ 60% ഇനിയും കിടക്കുന്നു. അതെ. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ നോക്കി അതിനൊക്കെ പ്രൈസ് വെച്ചിട്ടൊക്കെയാണ് ഇതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് പ്രൈസ് റേഞ്ച് എന്തുകൊണ്ട് കൂടുന്നതെന്നുള്ള ആ ഒരു അഷുറൻസ് കിട്ടുന്നത് തന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ള വാഹനമാണ്. നമ്മളെപ്പോഴും
ഒരു യൂസ്ഡ് കാർ അല്ലെങ്കിൽ ഒരു പ്രിയോൺ കാർസ് എടുക്കുമ്പോൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നോക്കി ചൂസ് ചെയ്യുക. നമുക്ക് വില കുറച്ചിട്ട് ഇപ്പോൾ എവിടുന്നെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിലൊന്നും ഈ ഒരു കണ്ടീഷനിൽ കിട്ടണം എന്നില്ല. മേ ബി പറഞ്ഞ പോലെ തന്നെ കിട്ടായിരിക്കാം, പക്ഷേ കിട്ടാം, ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ BRD ലക്സ് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ വാങ്ങുമ്പോൾ വാങ്ങുന്ന കസ്റ്റമർക്ക് ടെൻഷൻ ഫ്രീ ആണ്. അതാണ് കാരണം വണ്ടി വാങ്ങിയാൽ ഇപ്പോൾ ഇവിടെ വാങ്ങാൻ വരെ പല കസ്റ്റമേഴ്സ് ചോദിക്കും, ഫാമിലീസ് വന്നാൽ നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ വണ്ടി എന്നല്ല ഏത് വണ്ടി ചോദിക്കും. നമ്മൾ എടുക്കുന്ന ഒരു പ്രിയോണ്ടാണ്, അല്ലെങ്കിൽ അതിന് റോഡിൽ നിൽക്കുമോ, കംപ്ലൈന്റ് ആവുമോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. അതാണ് മെയിനായിട്ട് സംശയങ്ങളായിട്ട് ആദ്യം വരുന്ന ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥാപനങ്ങളാവുമ്പോൾ വാങ്ങുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം പുള്ളിക്ക് ഫ്രീ ആണ്. കാരണം വെച്ചാൽ ഒരു സ്ഥാപനമാണ് വണ്ടി തരുന്നത്, ഒരു വ്യക്തിയല്ല. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അത്രയും കാര്യങ്ങളെല്ലാം നോക്കി, കാരണം എല്ലാം പർച്ചേസ്ഡ് വെഹിക്കിളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. വാങ്ങുന്ന വ്യക്തിക്കും ടെൻഷനില്ല, കൊടുക്കുന്ന ഞങ്ങൾക്കും ടെൻഷനില്ല. എസ് എ കമ്പനിയുടെ പോളിസി പ്രകാരമാണ് ഈ വണ്ടി സെല്ല് ചെയ്യുന്നത്. ഒരു പുതിയ കാറ് എങ്ങനെയാണോ കസ്റ്റമർ വാങ്ങുന്നത് പോലെ തന്നെയാണ് ഇവിടെ നിന്ന് ഒരു വണ്ടി കൊടുക്കുക. ഇവിടെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും നമ്മൾ ആഫ്റ്റർ ഡെലിവറി ഞങ്ങൾ പോയി അവരെ മീറ്റ് ചെയ്യാറുണ്ട്, കാണാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. ഇപ്പോഴും കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്, നമുക്ക് എപ്പോഴും റെഫറൻസ് തരും. അവർ പോസ്റ്റ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. കാരണം പല ഡീലേഴ്സും എന്താ ചെയ്യുന്നത് വെച്ചാൽ വൺസ് വണ്ടി വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവരെ ആ ഒരു ഇതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങളിപ്പോൾ ഈ സമയത്ത് കൊടുത്ത വണ്ടികൾക്കൊക്കെ ഇൻഷുറൻസ് ടൈം ആയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ കസ്റ്റമേഴ്സിനും റിമൈൻഡിങ് കോൾസ് പോയിട്ടുണ്ട്. ഇൻഷുറൻസ് ആവാറായിട്ടുണ്ട്, മാറാറായിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് കാർ എടുക്കുന്ന പോലെ അങ്ങനെ തന്നെ എല്ലാ ഗ്രീറ്റിംഗ് അങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ വാങ്ങുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം പുള്ളിക്ക് വണ്ടി വാങ്ങിയിട്ട് ഇപ്പോൾ അവർക്കൊരു സർവീസ് വരുന്ന സമയത്ത്, ഇപ്പോൾ ചില കസ്റ്റമേഴ്സ് കേരളത്തിന് വിട്ട് ചെന്നൈ പോണ ടൈമിൽ സർവീസ് വരുന്ന സമയത്ത് നമ്മൾ വിളിക്കും. സർവീസ് ആയി എന്താ ചെയ്യുക, നമ്മൾ അവിടുത്തെ അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്ത് കൊടുക്കുക. കസ്റ്റമറെ കൂടെയാണ് ഇപ്പോഴും നമ്മളും BRD ലക്സ് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തരത്തിലും കസ്റ്റമർക്ക് ബേഡനാവുന്ന രീതിയിൽ ഒന്നും ഇവിടെ ചെയ്യാറില്ല. കസ്റ്റമറെ നമ്മുടെ ഫാമിലി ഞങ്ങൾ വെൽക്കം ടു BRD ഫാമിലി എന്നാണ് പറയാറ്. അപ്പോൾ നമ്മൾ ആ ഫാമിലിക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് വണ്ടിയെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ, അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് ഹെൽപ്പ് നമ്മൾ ചെയ്യും, സപ്പോർട്ട് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് പല കസ്റ്റമേഴ്സും തിരുവനന്തപുരത്തു നിന്നും ഇപ്പോൾ നമ്മളിപ്പോൾ അതർ സ്റ്റേറ്റിൽ നിന്ന് വണ്ടികൾ എടുത്ത് വിൽക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ബാംഗ്ലൂർ, അതേസമയം കർണാടക, തമിഴ്നാട് ഇങ്ങനെയൊക്കെ കസ്റ്റമേഴ്സ് ട്രാവൽ ചെയ്യുന്ന വഴിയാണ്. അവർ പലപ്പോഴും ഷോറൂമിൽ കയറിയിട്ട് ഇവിടുന്ന് വണ്ടികൾ പർച്ചേസ് ചെയ്ത് അവിടെ കൊണ്ടുപോകാറുണ്ട്. അവർ നോക്കുന്നത് വണ്ടിക്ക് ക്വാളിറ്റിയാണ് നോക്കുന്നത്. അവിടെയും വണ്ടി കിട്ടാവുന്നതല്ല, പക്ഷെ അവിടെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഇവിടുന്ന് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യാറ്. ഈ ട്രസ്റ്റും സർവീസും ഒക്കെ ഇനിയും ഫ്യൂച്ചറിലേക്ക് തന്നെ നല്ല രീതിയിൽ തന്നെ പോട്ടെ എന്ന് തീർച്ചയായിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാഹനം നോക്കാം. തീർച്ചയായിട്ടും. അടുത്ത് നമ്മളൊരു BMW-ന്റെ 530D. നേരത്തെ നമ്മൾ സംസാരിച്ച ഒരു പോണ്ടിച്ചേരി വണ്ടിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് 520D എന്ന് പറയുന്ന ലക്ഷറി എഡിഷനാണ്, 2 ലിറ്റർ എഞ്ചിനാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മളൊരു 2017 മോഡൽ 530 പറഞ്ഞു. ആ കണ്ട ന്യൂ ഷേപ്പിന്റെ 530 ആണ് ഈ കിടക്കുന്ന വണ്ടി. ഇതൊരു കാർബൺ ബ്ലാക്ക് ആണ്. പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ബ്ലൂഷ് കളറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതൊരു കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണ്. നമ്മുടെ നടൻ പൃഥ്വിരാജ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 7 സീരീസ് V12 എഞ്ചിനാണ്. ആ സെയിം കളറും ഇത് കളറൊക്കെ സെയിം ആണ്. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ടുള്ള മോഡലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്തുണ്ട്, പക്ഷേ പെർഫോമൻസ് എഞ്ചിനിലേക്കാണ് ഈ വണ്ടി കൂടുതൽ വരാം. 3 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെതായ പെർഫോമൻസും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന ഒരു M-Sport ആണ് കിടക്കുന്നത്. 2018 മോഡലാണ്. ഇതിൻ്റെ ഓണർഷിപ്പ് ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ശരിക്കും വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. 68,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള വെഹിക്കിളാണ്. 69,000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. ഇത് M-Sport ആണ്, ഒറിജിനൽ M-Sport ആണ്, കേരള എഡിഷൻ ആണ്. അതെ, എല്ലാ സർവീസ് റെക്കോർഡുമുള്ള ഒരു വെഹിക്കിളാണ് ഈ 530D എന്ന് പറയുന്ന ഈ മോഡൽ. നല്ല പെർഫോമൻസ്, പക്ക പെർഫോമൻസ് എഞ്ചിനാണ്. വീലിന്റെ ഡിസ്കിന്റെ കളർ ബ്ലൂയിഷ് കളറാണ്. കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുള്ള വീൽസ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കമ്പനിയിലാണ് ഫുൾ മെയിൻറ്റെയിൻ ആയിരിക്കുന്നത്. 530 എപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം, ഒരു പെർഫോമൻസ് എഞ്ചിനിൽ വരുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ആ വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി അത്രയും നമ്മൾ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യണം. കാരണം അതിന് പ്രോപ്പറായിട്ട് ഒരു സർവീസ് ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ, മാർക്കറ്റിൽ അങ്ങനെ വണ്ടികളുണ്ട്, പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാത്ത വെഹിക്കിൾസ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളൊക്കെ ഇതിനകത്തൊക്കെ ഫ്യൂച്ചറിലേക്ക് കോസ്റ്റിൽ, സർവീസ് കോസ്റ്റിൽ വ്യത്യാസം വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നോർമൽ കേസിന് ഇതൊരു 48 lakhs-ഓളം വരുന്ന വണ്ടിയാണത്. ആ ഒരു കാറ്റഗറി വരുമ്പോൾ നമ്മൾ അത് അത്രയും ചെക്ക് ചെയ്ത് വേണം അതെടുക്കാൻ. ഇത് ഓടിച്ച് നോക്കിയാൽ നമുക്ക് ഇത് അത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടും.
പക്ഷെ അത് ഓടിച്ച് നോക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യണം. മാർക്കറ്റിൽ വണ്ടികൾ കിട്ടാനുണ്ട്, പക്ഷേ ഇത് ക്വാളിറ്റിയിൽ വരുമ്പോഴാണ് നമുക്കിതിനകത്ത് വ്യത്യാസം വരാം. നമ്മളെല്ലാം എടുത്ത് റിപ്പീറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും. ഓക്കെ, 48 lakh അല്ലേ? അതെ. ഓക്കെ, ഫിനാൻസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും. ഒരു ഇപ്പോൾ ഇതിനകത്ത് പല കസ്റ്റമേഴ്സിനും സംശയങ്ങളുണ്ടായിരിക്കും, ഇൻകം ടാക്സ് ഫയൽ ചെയ്താൽ മാത്രമേ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. നമ്മളെല്ലാ ബാങ്ക് ടൈപ്പ് ഉണ്ട്. കസ്റ്റമർക്ക് നല്ല ബാങ്കിങ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ. ഇൻകം ടാക്സ് അടച്ചവർക്ക് മാത്രമല്ല നമുക്ക് വണ്ടി എടുക്കാനുള്ള ഫയൽ ചെയ്യണം മാൻഡേറ്ററി അല്ല എന്നുള്ള അർത്ഥം. ശരിക്കും ഇങ്ങനത്തെ വണ്ടി വരുമ്പോൾ ഒരു കസ്റ്റമർ ITR മെയിൻറ്റെയിൻ ചെയ്യും. എന്നാലും ചിലപ്പോൾ കസ്റ്റമർ ITR മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടാവില്ല. അവരിപ്പോൾ അവരുടെ ബാങ്കിങ് വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ബാങ്കിങ് ഉണ്ട് പല ബിസിനസ്സിലും. അതനുസരിച്ച് ബാങ്കുകൾ ഫിനാൻസ് ചെയ്യാൻ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ നമുക്കത് അപ് ടു 100% ഫണ്ടിങ് കൊടുക്കാനുള്ള പ്രൊഫഷൻ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പെടുന്ന വണ്ടികളാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ള, ഇൻക്ലൂഡിങ് അതർ സ്റ്റേറ്റ് വെഹിക്കിൾസ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. മനസ്സിലായി. ഓക്കെ, അടുത്തത് നമ്മൾ മറ്റൊരു മെർസിഡീസ് ബെൻസ് പ്രാവശ്യം വന്നിരിക്കുന്ന GLA 200D എന്ന് പറയുന്ന ഓപ്ഷനാണ്. 200D ഇതൊരു ഗ്രേ കളറാണത്, വളരെ കാണാൻ റയറാണ്. ഇതൊരു 2018 മോഡൽ അതർ സ്റ്റേറ്റ് വെഹിക്കിളാണ്. ഓക്കെ, JH രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ആകെ 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വെഹിക്കിളാണ്. 51. ഓക്കെ, അപ്പോൾ നോർമൽ കേസിൽ പറയുകയാണെങ്കിൽ ആകെ 25 ലക്ഷത്തിൻ്റെ താഴെയൊക്കെ പ്രൈസ് വരുന്നൊരു വെഹിക്കിളാണ്. ഇതൊരു കേരള വണ്ടിയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ വണ്ടി ഇത്രയും കിലോമീറ്റർ ഓട് വണ്ടിയൊക്കെ ആണെങ്കിൽ 33-35 തന്നെ റേറ്റ് ചോദിക്കുക. ഇതാകുമ്പോൾ കസ്റ്റമർക്ക് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസ് റെക്കോർഡുള്ള വളരെ നീറ്റായിട്ടുള്ള വെഹിക്കിളാണ് ഈ പറയുന്ന GLA 200D എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ 2018. അത് മാത്രമല്ല കസ്റ്റമർക്ക് ഇപ്പോൾ അതർ സ്റ്റേറ്റ് ആകുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് ചില കസ്റ്റമേഴ്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് അവരുടെ നാട്ടിലെ വണ്ടി രജിസ്ട്രേഷൻ നമ്പർ കിട്ടുമോ എന്ന് ചോദിച്ച് നമ്മൾ വിളിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് ഈസിയാണ്, ബെനിഫിറ്റാണ്. വളരെ ക്ലീൻ ആയിട്ടും സർവീസ് റെക്കോർഡും നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വെഹിക്കിളാണ് ഈ പറയുന്ന GLA 200D എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ ഇതിനിപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ചും ഇതിൽ ഫിനാൻസ് കിട്ടും. കസ്റ്റമർക്ക് വളരെ കിലോമീറ്റർ കുറവാണ്, ജെനുവിനിലാണ്. നമുക്കൊരു കേരള ആക്കാന്ന് പറഞ്ഞാൽ നിസ്സാര എമൗണ്ടൊക്കെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അവരുടെ നാട്ടിലെ രജിസ്ട്രേഷൻ നമ്പർ തന്നെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു നല്ലൊരു ബെനിഫിറ്റും കൂടി കിട്ടും. ഓക്കെ, കിലോമീറ്റർ ആകെ 51,000. ഇതിന് പ്രത്യേകം ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കൂടുതലാണ്, നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. പലവരുടെയും ആദ്യത്തെ പ്രീമിയം കാസ് ഇപ്പോൾ ബെൻസ് എടുക്കാമെന്ന് പറഞ്ഞാൽ ബെൻസുള്ള വീട് എന്ന് പറയുന്ന ഒരു സംവിധാനമൊക്കെ വെച്ചിട്ടാണ് മെർസിഡീസ് ബെൻസ് എല്ലാ കസ്റ്റമേഴ്സും പ്രിഫർ ചെയ്യുക കേരളത്തിൽ. അത് മാത്രമല്ല ആദ്യത്തെ ചില കസ്റ്റമേഴ്സിന് ഡെയിലി ഡ്രിവൺ കാറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടും സർവീസ് കോസ്റ്റും കുറവായിട്ടുള്ളൊരു മോഡലാണ് GLA എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി നമുക്ക് കൊടുക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിനെ സംബന്ധിച്ചോളം ഈ വണ്ടി നല്ല ഓപ്ഷനാണ്. ഒരു ഹാഷ് ബാക്ക് മോഡലാണ്, ഒരു ക്രോസ് ഓവർ വെഹിക്കിളാണ്, നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും വലിയ ടയർസൊക്കെ ആയിട്ടുള്ള ഒരു മോഡലാണ് GLA 200D എന്ന് പറയുന്നത്. ഫുൾ ഓപ്ഷനാണ്, പനോറമിക് സൺറൂഫ് ഒക്കെ ഉള്ള മോഡലാണ് ഈ വെഹിക്കിൾ. എങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്? ശരിക്കും 23 ലക്ഷം രൂപ. 23 ലക്ഷം രൂപ. അപ്പോൾ അതാണ് ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. നമുക്ക് ഇത് NOC ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് സ്വന്തം ഇതിൽ തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും. 23 ലക്ഷം രൂപയ്ക്കാണ് ഒരു GLA 200D. പല കസ്റ്റമേഴ്സ് അന്വേഷിക്കുന്ന സമയത്ത് GLA 1 ലക്ഷം ഓടിയ വണ്ടികൾക്കൊക്കെ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയ്ക്കാണ്. അപ്പം നമ്മൾ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള വണ്ടിക്കാണ് കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ആഗ്രഹമായിരിക്കും, അവർക്കൊരു ഒരു വണ്ടി ആയിരിക്കണം. തുടക്കക്കാരന് കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള എടുക്കാൻ പറ്റുന്ന മോഡൽ. ഇപ്പം നേരത്തെ കണ്ട C-Class ആണെങ്കിലും GLC കൂപ്പി ആണെങ്കിലും 3 സീരീസും C-Class ഒക്കെ ആ ഒരു കാറ്റഗറി വെഹിക്കിളാണ്. അപ്പോൾ ഡെയിലി ഡ്രിവൺ കാസിൽ പെട്ടുന്ന വണ്ടികളൊക്കെ. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ എമൗണ്ട് നഷ്ടപ്പെടില്ല. വണ്ടി വാങ്ങി അത് മെയിൻറ്റെയിൻ ചെയ്ത് അത് മാറി ചിന്തിച്ചാലും അവർക്ക് അതിനകത്ത് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. ഈ ഒരു പൊതുവേ ഒരു അതർ രജിസ്ട്രേഷൻ നോക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും കണ്ടീഷനും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ഒരുപാട് ഡൗട്ടും പേടികളൊക്കെ. നേരത്തെ പറഞ്ഞ പോലെ BRD Lexus ആണ് ഈ വണ്ടി തരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു വ്യക്തിയല്ല തരുന്നത്, ഒരു കമ്പനിയാണ്. അതിൻ്റെതായ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇല്ലാത്തൊരു വണ്ടി നമുക്കിവിടെ സെല് ചെയ്യാൻ പറ്റും. സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള നല്ലൊരു വാഹനം കൂടിയാണ്. അപ്പോൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതർ സ്റ്റേറ്റ് എന്നല്ല, ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ അവരുടെ ബഡ്ജറ്റിന് ഇണങ്ങി മാച്ച് ആവുന്ന രീതിയിലാണ്. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഒരുപാട് വണ്ടി നമ്മൾ സെല് ചെയ്യുന്ന കമ്പനിയാണ്. പല കസ്റ്റമേഴ്സ് ഇപ്പോൾ ഈ വണ്ടി വാങ്ങിച്ച് അവരുടെ നേരത്തെ പറഞ്ഞ റെഫറൻസ് ഒരുപാട് തരാറുണ്ട്. ചില കസ്റ്റമേഴ്സ് പറയും ഇന്ന മോഡൽ, ഇന്ന ഓപ്ഷൻ, ഇന്ന കളർ ഉണ്ടെങ്കിൽ അപ്പോൾ വിളിച്ചു വരാമെന്ന് പറയും. ഞങ്ങളുടെ മാത്രം മതി എന്ന് പറയുന്നത്, ഞങ്ങൾ തന്നെ വണ്ടി കൊടുത്തിട്ട്
അവരടുത്തൊരു വണ്ടിക്ക് വേണ്ടി നമ്മൾ എടുത്ത് കൊടുത്താൽ മതി എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഓക്കെ. കാരണം ഇവരൊക്കെ എവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും തരത്തിലും പല തരത്തിലും പല ഇഷ്യൂ ഇതിലും പെട്ട ആൾക്കാരായിരിക്കും. മനസ്സിലായി. അതുകൊണ്ടാണ് അപ്പം നമ്മളും എടുക്കുന്ന സമയത്ത് ഇതേ സംശയങ്ങൾ അന്നും അവർക്കുണ്ടായിരുന്നു. അവർ നമ്മുടെ എടുക്കുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാതെ മനസ്സിലാക്കുമ്പോൾ പിന്നെ നമ്മളുടെ ബിസിനസ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ BRD Luxലേക്ക് വരണേക്കാൾ മുന്നേ അപ്പുറത്തുള്ള ഷോറൂമിൽ വണ്ടി നോക്കി BRD Luxൽ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് വണ്ടി അത്രയും രീതിയിലാണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്തത്. വണ്ടി നോക്കിയാലും സ്റ്റോർ ചെയ്ത വണ്ടികളാണ്. ഒരു വണ്ടി പോലും പുറത്ത് നമ്മൾ പാർക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ പല തരത്തിലുള്ള പല ആൾക്കാരും വണ്ടി ഇവിടുന്ന് എടുത്ത് കസ്റ്റമർ വീട്ടിൽ കൊണ്ടുപോയി ഓടിച്ച് കാണിച്ച് കൊടുക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംവിധാനം BRD Luxലില്ല. നമ്മൾ വണ്ടി കാണണമെങ്കിൽ ഇവിടെ വരാം, ഇല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൽ കൂടെ മാത്രമേ വണ്ടി കസ്റ്റമറോട് കാര്യങ്ങൾ ചെയ്യുള്ളൂ. എന്നാലും ഞങ്ങൾ റോഡിൽ ഓടിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയില്ല. അങ്ങനെ ഒരുപാടധികം ഈ കമ്പനി ആവുമ്പോൾ അങ്ങനെ ഒരുപാടധികം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ തീർച്ചയായിട്ടും ഒരു കസ്റ്റമർക്ക് ഒരു ന്യൂ കാർ എങ്ങനെയാണോ ഡെലിവറി ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ ഡെലിവറി ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർ കയറി വരുമ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങി ഓടണ്ട, പ്രശ്നങ്ങളില്ല. ഒരുപാടധികം സേഫ് സൈഡുകൾ ഇതിനകത്ത് കുറേ നമ്മൾ പറയും. കാരണം ഇതിനകത്ത് കസ്റ്റമർ അത് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അഭിമാനത്തോടെ പറയുന്നത്. അതെ അതെ, അറിയാവുന്നതാണ്. കാരണം നമ്മൾ ആദ്യമായിട്ടല്ല വീഡിയോ ചെയ്യുന്നത്, നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ താഴെ ഇപ്പോൾ ഒരുപാട് കളക്ഷൻസ് കാണിച്ചില്ലേ, എനിക്ക് തോന്നുന്നത് മറ്റേ മെഴ്സിഡീസിൻ്റെ തന്നെ ഒട്ടനവധി വെറൈറ്റി കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ BMൻ്റെ ഒക്കെ ഒരുപാട് യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് കാണിച്ചു, വോൾവോൻ്റെ കാണിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് കാണാനുണ്ട് ഒരു സെലിബ്രിറ്റിയുടെ വാഹനം കാണാനുണ്ട്. അതായത് അതർ സ്റ്റേറ്റിൽ വരുന്ന സെലിബ്രിറ്റി വെഹിക്കിളിന് വണ്ടി വരുന്നുണ്ട്. അത് കൂടാതെ നമുക്കൊരു ബിലോ 30 lakhs വരുന്ന ഒരുപാട് കളക്ഷൻസ് വേറെ ഉണ്ട്. ഇപ്പം നമ്മൾ കാണിച്ച വണ്ടികൾക്കും പലതും 60 ലക്ഷം 45 ലക്ഷം ഒക്കെ പറയുമ്പോൾ ചില കസ്റ്റമേഴ്സ് പറയും ഇതൊന്നും നമ്മൾ കാണിച്ചാൽ 18 ലക്ഷം വണ്ടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു വണ്ടി ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവും. പക്ഷെ അത് മാത്രമല്ല, Q3 ഉണ്ട്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ML 250 ഉണ്ട്, X1 ഉണ്ട്. ഇങ്ങനത്തെ പല വണ്ടികളും ഇതേപോലെ തന്നെ അതർ സ്റ്റേറ്റിൽ നിന്നുള്ള കേരളാക്കിയിട്ടുള്ള ഒരു 14 ലക്ഷം രൂപയുടെ അണ്ടറിലേക്ക് വരുന്ന BMW 3 Series ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കിടക്കുന്നത് അപ്സ്റ്റെയറിലാണ്. അതുപോലെ തന്നെ ചോദിക്കട്ടെ, അപ്പോൾ കസ്റ്റമേഴ്സൊക്കെ പെട്ടെന്ന് പലരും വിചാരിക്കുക ഇതൊരു ലക്ഷറി ആണ്, നമുക്കൊന്നും താങ്ങാൻ പറ്റാത്ത റേറ്റും കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിക്കും. പക്ഷേ BRD Luxൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ബഡ്ജറ്റിന് പറ്റിയ വാഹനങ്ങൾ 12.5 ലക്ഷം രൂപ തൊട്ട് നമുക്ക് മേലേക്ക് വണ്ടിയുണ്ട്. 12.5 ലക്ഷം മുതൽ ഇവിടെ വാഹനം അവൈലബിൾ ആണ്. പ്രീമിയം ലക്ഷറി കാറ്റഗറിയിലൊക്കെ വാഹനം അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു ലോ ബഡ്ജറ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, 11 ലക്ഷമൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അത് ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലാണെന്ന് മാത്രം. അപ്പോൾ നമുക്ക് അത് കാണിച്ചു കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.